സൽമാത്ത ആ ഇഡ്ഡലി ഉണ്ടാക്കല് കഴിഞ്ഞാ ആടി ഇഡ്ഡലിക്ക് നല്ല അരച്ചതുകൊണ്ടേ നേരത്തെ തന്നെ ചുട്ടച്ച്. ഇന്നത്തെ സാമ്പാറും ബാക്കിയുണ്ടല്ലോ, ഇന്നിപ്പോ ഞാൻ അതൊക്കെ മതി. ആ അത് മതി. അല്ല ഇപ്പൊ എന്തേ സീറ്റ് ഔട്ടിലും കാണാനില്ലല്ലോ? ഇപ്പൊ സുബൈക്ക് പള്ളിയിലോട്ട് പോയതാണ്. അതിനും ഇപ്പൊ നല്ലപോലെ ഉറക്കും കാര്യങ്ങളൊന്നും കിട്ടണില്ല. ഇനിയിപ്പോ ഇമ്മാന്റെ ഒരു ഇത് ഒതുങ്ങി വരുമ്പോത്തിന് ഇപ്പാന്റെ പാടം എന്തൊക്കെയാണ് ആവും. എന്തായാലും സമാധാനം മൊത്തം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആദ്യം നീറ്റിക്കണാ? ആ അതിനോട് ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞേക്ക് നീറ്റ്. അമ്മയുടെ റൂമിക്ക് പോയിട്ടുണ്ട്. അല്ല മറ്റാളെവിടെ? ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? ആര്? കുഞ്ഞോളാ? അതിന് ആ റൂമിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലല്ലേ എൻ്റെ കുട്ടിയെ ഇവിടെ നടക്കുന്നത് വല്ലതും കാണും കേൾക്കും ഒക്കെ ചെയ്യുള്ളൂ. 2-3 ദിവസമായാലും ഇപ്പോ എന്താ പോളെ കോളേജ് കണ്ടില്ലേ? എനിക്കൊരു സമാധാനമില്ല. ഇതെല്ലാം കൂടി എവിടെ കൂടുന്ന അവസാനിക്കും എന്താ? തിന്നണില്ല, കുടിക്കണില്ല, കുളിക്കണില്ല. ഈ ഒരു കെടുത്തും ഈ ഒരു കരച്ചിലും തന്നെ. കിടന്നിട്ടും കരഞ്ഞിട്ടൊന്നും ഇനി പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവളോടെ വേണമെങ്കിൽ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നേരത്തിന് ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞാല് അത്രേ ഉള്ളൂ. എത്രയെന്ന് വെച്ചിട്ട് എന്റെ ദില്ലോ നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുക. ഇന്നലെ രാത്രി വെച്ച് കണ്ടില്ലേ, നമ്മൾ രണ്ടാളും എത്ര പറഞ്ഞു നോക്കി ഒരു നുള്ളു കഞ്ഞിവെള്ളമെങ്കിലും കുടിച്ച് കെടുക്കാനായിട്ട്. എന്നിട്ട് കേട്ടാ അവിടുന്ന് വന്നതിന്റെ ശേഷം ആ കുട്ടി എന്തെങ്കിലും തിന്നും കുടിക്കും ചെയ്തിട്ടുണ്ടാ? എനിക്കറിഞ്ഞൂടാ. ഒക്കെ ഓളായിട്ട് വരുത്തി വെച്ചതല്ലേ, അപ്പൊ കുറച്ച് സങ്കടമൊക്കെ കാണാം. അല്ല ഇതാർക്ക ഫുഡ്? ഉമ്മാക്കാണാ? ഇമ്മാക്ക് ഞാൻ കഞ്ഞി കൊടുത്തുക്കണ്. ഇത് കുഞ്ഞോൾക്കാണ്. റൂമിൽ കൊണ്ടുവച്ചു കൊടുക്കട്ടെ. ഇനിയിപ്പോ പുറത്തേക്ക് വന്ന് തിന്നാളെ മടിയോണ്ടാണെങ്കിൽ അവിടെ ഇരുന്നിട്ടെങ്കിലും തിന്നോട്ടെ. ദേ സൽമാത്ത, ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ റൂമിൽ കൊണ്ടുപോയിട്ടേ ഊട്ടാനും ഉറക്കാനൊക്കെ ആയിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ഓളെ ആരിസിന്റെ വീട്ടുകാര് തല്ലി പുറത്താക്കിയതൊന്നല്ലല്ലോ. സ്വന്തം കയ്യിലിരിപ്പ് കാരണം ഇറങ്ങി പോരേണ്ടി വന്നതല്ലേ? അതൊക്കെ ശരിയാടി. ഇന്നാലും ഒരിന്നാലും ഇല്ല. സൽമാത്ത ഫുഡ് അവിടെ വെച്ചാണ് വിശക്കുമ്പോ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഓളെന്നെ കഴിക്കട്ടെ. ആവശ്യത്തിന് സഹതാപവും സ്നേഹമൊക്കെ മതി. ഓവറായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സൽമാത്താക്ക് തന്നെ ദോഷം ചെയ്യും. നമ്മളൊക്കെ ഇങ്ങനെ അവഗണന കാണിക്കുമ്പോ ഓൾക്ക് എന്തെങ്കിലും അവിവേകം തോന്നുന്നൊരു തോന്നലുള്ളില്. ഓള് ചെയ്തതൊക്കെ തെറ്റായി പോയി എന്നുള്ള കുറ്റബോധം ഓൾക്ക് നല്ലോണം ഉണ്ടടി. അതൊന്നല്ല എജ്ജും പറഞ്ഞില്ല എന്നോട്. ഓൾക്കൊരുപാട്